കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഒരു ചാനൽ ചർച്ചയിൽ ഒരു മുസ്ലിം റിപ്പോർട്ടറോട് CPMന്റെ അഡ്വക്കേറ്റ് സുനിൽ അനിൽ പറയാണ്, എടോ താനൊരു താലിബാനാണ്. താലിബാൻ എന്ന ടേം എങ്ങനെ ഉണ്ടായത്? അതൊരു ഇസ്ലാമോഫോബിക് ടേമാണ്. എങ്ങനെ ഉണ്ടായത്? അമേരിക്ക അഫ്ഗാനെ ആക്രമിച്ചു. അഫ്ഗാനിലെ പ്രതിരോധം തീർത്തത് താലിബാനാണ്. താലിബാൻ എന്നത് ലോകത്തിൽ ഇസ്ലാമിനെ അപകീർത്തിപ്പെടുത്താൻ അമേരിക്ക കണ്ടുപിടിച്ച ഒരു ഇസ്ലാമിക് ടേമാണ്. ആ ടേം എങ്ങനെ CPM എടുക്കുന്നത്? എടോ CPMകാരാ, ഇടക്കിടക്ക് ദേശാഭിമാനം ഇല്ലാത്ത പത്രവും വായിക്കണം, കൈരളി അല്ലാത്ത ചാനലും കാണണം. ഈ താലിബാന്റെ സ്ഥിതി എന്താണെന്ന് ഇപ്പം നിനക്കറിയോ? താലിബാനെ കഴിഞ്ഞ ആഴ്ച ഒരു മന്ത്രിനെ നമ്മളെ നരേന്ദ്രമോദി സ്വീകരിക്കുന്നത് കണ്ടിട്ട് ഞാൻ മൂക്കത്ത് വിരൽ വെച്ചു. ഏതാണെന്നറിയാം? മന്ത്രി അഫ്ഗാന്റെ മന്ത്രിയാണ്, താലിബാന്റെ മന്ത്രിയാണ്. ഇപ്പം ഞാൻ ലീഗാണ്, മുസ്ലിം ലീഗാണ്, മുസ്ലിമാണ്. ഇപ്പം നസീർക്കൊക്കെ വേക്കലുണ്ട്. നമ്മളൊക്കെ നിങ്ങൾ കാണുന്ന എങ്ങനെയല്ലേ? എടോ ആ താലിബാന്റെ മന്ത്രിനെ കാണണം, മുട്ടുവരെ താടിയാണ്. ഒരു സാധനം. അയാൾ വന്നിട്ട് നരേന്ദ്രമോദിയോട് പറയാണ്, പത്രസമ്മേളനം നടത്തുമ്പോൾ ഒറ്റ പെണ്ണുങ്ങൾ പത്രസമ്മേളനത്തിൽ ഉണ്ടാവരുത്. ഇതപ്പോഴെ ലീഗ് നേതൃത്വം കൊടുക്കുന്ന സ്റ്റേജിന്മേലാണ് പ്രസിഡന്റ് വാരിഷ ടീച്ചർ, സ്ഥാനാർത്ഥിയായിട്ടുള്ള നമ്മളെ മെമ്പർ, എത്ര ആള്, ഒറ്റ സ്ത്രീ പാടില്ല. എടോ RSSകാരാ, നിന്റെ നരേന്ദ്രമോദി ഈ താലിബാൻ മന്ത്രിക്ക് വേണ്ടിയിട്ട് സ്ത്രീകളെ മാറ്റി പത്രസമ്മേളനം വിളിപ്പിച്ചു. ഇനി BJPൻ്റെ ഒരു ഗതികേട് ഞങ്ങളോട് പറയട്ടെ. ആകെ നരേന്ദ്രമോദിക്കൊരു സുഹൃത്തായിട്ടിപ്പോൾ താലിബാനേ ഉള്ളൂ. അതാ രസം. ചൈന നമ്മളോട് തെറ്റാണ്, പാകിസ്ഥാൻ പണ്ടേ എതിരാണ്, ബർമ്മ നമ്മളോട് തെറ്റാണ്, ശ്രീലങ്ക നമ്മളോട് തെറ്റാണ്, ബംഗ്ലാദേശ് നമ്മളോട് തെറ്റാണ്, ഇപ്പുറത്ത് എന്താണ് നേപ്പാൾ നമ്മളോട് തെറ്റാണ്, ഭൂട്ടാൻ നമ്മളോട്. നേപ്പാൾ എന്നൊക്കെ പറഞ്ഞ ചെറിയ രാജ്യമാണ്. ആ രാജ്യം കഴിഞ്ഞ ആഴ്ച 100 റുപ്യൻ്റെ ഒരു നോട്ടിറക്കി. നോട്ടിൻ്റെ ബാക്കിൽ നോക്കുമ്പോൾ നേപ്പാളിൻ്റെ ഭൂപടത്തിൽ ഇന്ത്യൻ്റെ കുറേ സ്ഥലം കിടക്കുന്നു. എല്ലാവരും കയറി തല്ലുകയാണ്. ഈ ചങ്ങായി ഇന്ത്യ ഭരിക്കാൻ തുടങ്ങിയ BJP ഇന്ത്യ ഭരിക്കാൻ തുടങ്ങിയപ്പോൾ എല്ലാവരും കയറി തല്ലുകയാണ്. രാജ്യത്തിനൊരു പുല്ല് വിലയാണ്. നേപ്പാൾ വരെ നമ്മളെ വില വെക്കണില്ല. അപ്പം നമ്മളുടെ നരേന്ദ്രമോദിക്ക് ആകെയുള്ള സുഹൃത്ത് ഈ താടിവാല, ഈ ടീമാണ്, ഈ താലിബാനാണ്. എൻ്റെ സഖാവെ, നീ മുസ്ലിങ്ങളെ ഇപ്പോഴും താലിബാൻ എന്ന് വിളിച്ച് കളിയാക്കുമ്പോൾ ആ താലിബാനെ കെട്ടിപ്പിടിച്ചിട്ടാണ് ഏറ്റവും വലിയ RSSകാരൻ നരേന്ദ്രമോദി കിടന്നുറങ്ങാനുള്ള കോമൺ സെൻസ് എങ്കിലും നീ വിളിക്കുമുണ്ടോ? നീ വിളിക്കുന്നുണ്ട്. കണ്ണൂരിലെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ അവസാനിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ M ശ്രീയുമായി കരാറുണ്ടാക്കി RSSൻ്റെ. ആ കരാറിലെ പ്രധാനപ്പെട്ട എഗ്രിമെൻ്റ് എന്തെന്നറിയോ? കണ്ണൂരിലെ സമാധാനം മാത്രമല്ല, മലപ്പുറത്തെ ഒരു തീവ്രവാദ ഡിസ്ട്രിക്റ്റ് ആക്കാൻ പിണറായി സഹായിക്കണമെന്നാണ്. RSSകാരനായ ശ്രീ എമ്മിന് ഭൂമി വിട്ടുകൊടുത്തു പിണറായി വിജയൻ. ഗവൺമെന്റിന്റെ ഭൂമി, പിണറായിന്റെ തറവാട്ട് സ്വത്തല്ല, ഈ രാജ്യത്തിന്റെ ഭൂമി ഇല്ലേ? എന്നിട്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ പ്രത്യേക ചാർജ് കൊടുത്ത് മലപ്പുറം ജില്ലയെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രിമിനൽ റേറ്റ് ഉള്ള ഡിസ്ട്രിക്റ്റ് ആക്കി നിങ്ങൾ മാറ്റി. ഇന്ത്യയിലെ ഈ പറയുന്ന CPMകാരൻ. എന്നിട്ടോ കണ്ണൂരിലെ എയർപോർട്ടിൽ നിന്ന് സ്വർണം പിടിച്ചാൽ അത് സ്വർണ്ണവേട്ട, കരിപ്പൂരിൽ നിന്ന് സ്വർണം പിടിച്ചാൽ തീവ്രവാദ സ്വർണം, കൊടകര BJPയുടെ പണം പിടിച്ചാൽ അത് ഹലാലായ ഹവാല, മലപ്പുറത്ത് നിന്ന് ഹവാല പിടിച്ചാൽ അത് തീവ്രവാദ ഹവാല. നിങ്ങളാക്കിയതല്ലേ? ഞാൻ ചോദിക്കുന്നത്, മലപ്പുറത്തെ കുട്ടികൾ ജയിച്ചാൽ, ഇവിടെ മാട്ടൂലിൽ ലൈവ് മാട്ടൂലൊക്കെ ഉണ്ടാക്കി നിങ്ങളെ കുട്ടികളെ ജയിപ്പിച്ചാൽ അവർക്ക് അനുമോദനം, അവർക്ക് വലിയ സൗകര്യം. മലപ്പുറത്തെ കുട്ടികൾ ജയിച്ചാൽ കോപ്പി അടിച്ച് ജയിച്ചോര് ഇല്ലേ? CPMകാരാ. ലവ് ജിഹാദ് എന്ന ഒരു ടേം ഇന്ത്യയിലെ ഇസ്ലാമോഫോബിക്കിലേക്ക് ഇട്ടുകൊടുത്തത് നിങ്ങൾ ഈ CPMകാരാണ്. എത്രമാത്രം വലിയ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ പറഞ്ഞു, മെനഞ്ഞാന്ന് ഞാൻ കാസർഗോഡ് പോയപ്പോൾ അവർ പറഞ്ഞു, കഴിഞ്ഞ ആഴ്ചയിൽ CPMൻ്റെ ഒരു ജാഥ കാസർഗോഡ് മുനിസിപ്പാലിറ്റിയിലേക്ക്. കാസർഗോഡ് മുനിസിപ്പാലിറ്റിയിൽ നല്ല രസമുള്ള ഒരു മിലിറ്ററി ഗ്രീനാണ് അത് ചുമരിലുള്ളത്. പച്ചക്ക് എത്ര വേർഷൻ ഉണ്ട്. CPMൻ്റെ ജാഥയാണ് കേട്ടോ. അതിലൊരു നേതാവിൻ്റെ ഒരു അറുവഷളൻ ബോഡി ലാംഗ്വേജിൽ അയാൾ ചോദിക്കുകയാണ്, എടോ UDF ഇവിടെ ആരോടോ പച്ചടിച്ചത്? രണ്ടാമത്തെ വാക്ക് എന്താണെന്നറിയോ? ഇത് പാകിസ്ഥാനാക്കുകയാണോ? കാസർഗോഡ് പോലെ ഒരു സെൻസിറ്റീവ് പ്രദേശത്ത് പോയിട്ട് ഒരു CPMകാരൻ്റെ ചോദ്യമാണ്. എടോ CPMകാരാ, കേരളത്തിലെ എത്ര പഞ്ചായത്തുകൾക്ക് നിങ്ങൾ ചുമന്ന പെയിൻ്റ് അടിച്ചിട്ടുണ്ട്?
ഇന്ന് വരെ ഞങ്ങൾ ചോദിച്ചിട്ടുണ്ടോ, എടോ നീ ഇത് ചൈനയാക്കാണ് റഷ്യയാക്കാണ്? എന്താ ചോദിക്കാത്തതെന്നറിയോ? നീ തിന്നുന്ന ചോറല്ല ഞങ്ങൾ തിന്നുന്നത് എന്നതുകൊണ്ടാണ്. മോഹൻലാൽ ഒരു സിനിമയിൽ പറയുന്നുണ്ട്, എൻ്റെ തന്തയല്ല എൻ്റെ തന്താന്ന്. മനസ്സിലായോ നിങ്ങൾക്ക്? നിങ്ങൾ ഈ വൃത്തികേട് പറയുമ്പോഴുണ്ടല്ലോ, എടോ തലശ്ശേരി മുനിസിപ്പാലിറ്റിയുടെ കളറ് കാവിയാണ്, അത് RSSും CPM തമ്മിലുള്ള ബന്ധമാണെന്ന് പറയാൻ മാത്രം ഞങ്ങൾ പൊട്ടന്മാരല്ലല്ലോ. പെയിൻ്റ് അടിച്ചിട്ടാണോ? അല്ലെങ്കിൽ പെയിൻറ്റിന് എന്താ കുറവ്? ഇപ്പം ചുമന്ന പെയിൻറ്റ്, എനിക്ക് ചുവപ്പ് കളർ നല്ല ഇഷ്ടമാണ്. എൻ്റെ ഷർട്ടും ടീഷർട്ടും ഒക്കെ ആയിട്ട് ചുമന്ന കളറുണ്ട്. കളറല്ലടോ. ഇനിയിപ്പോൾ ഇവിടെ നിങ്ങൾ മാട്ടൂലൊരു പീടിയെ പോയിട്ട് പറയണം, ഒരു പച്ച പെയിൻറ്റ് എടുക്കുക പറഞ്ഞാൽ പീഡിയക്കാരൻ നോക്കും, ഇവനെ തെച്ചങ്ങായി. കാരണം പച്ചക്ക് 56 വെർഷനിട്ടേ ഉണ്ട് ബർജർ പെയിൻറ്റിൽ. ഇനി അത് ഏഷ്യൻ പെയിൻറ്റിലാണെങ്കിൽ 100 ചില്ലാനുണ്ട്. എത്ര കളറുകളുണ്ട്, എത്ര കളറുണ്ടോ? ഈ കളറുകൾക്കൊക്കെ ഞാൻ കണ്ണൂർ അഴീക്കോട് MLA ആയിരിക്കുന്ന സമയത്ത് സെൻട്രൽ ജയിൽ നന്നാക്കി, പിണറായി വിജയനാണ് നന്നാക്കിയത്. നന്നാക്കിയൊക്കെ ഉഷാറാക്കി. ഒരു ദിവസം കുട്ടികൾ മുഴുവൻ ഫോണുണ്ട്. എന്താണ് ഷാജി സാഹിബേ, എന്താ നിങ്ങൾ ഈ കാണിക്കുന്നത്? നിങ്ങളല്ലേ ഇവിടുത്തെ MLA? അവരെ അതെ. പിന്നെ എന്താ ഇത് കണ്ണൂർ സെൻട്രൽ ജയിലിന് മുഴുവൻ ചോപ്പടിച്ച് വെച്ചിരിക്കുന്നത്? ഞാൻ പറഞ്ഞു, അവനാൻ്റെ തറവാടിന് അവനാൻ ഇഷ്ടപ്പെട്ട കളർ അടിക്കണതിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? ഇതവരുടെ തറവാടല്ലേ. ഞാൻ ചോദിക്കുന്ന വൈകാരികമായി കുട്ടികൾ അങ്ങനത്തെ ഒരു ചോദ്യം ചോദിച്ചാൽ അതൊക്കെ ഒരു തമാശാക്കുക എന്നല്ലാതെ ഈ കളറിനൊക്കെ വർഗീയത കാണിക്കണോ CPMകാരാ? എന്തൊരു ഇസ്ലാമോഫോബിക്കാണോ നിങ്ങൾ? പർദ്ദയിട്ട മുസ്ലിം സ്ത്രീ വിഷജന്തു, തീവ്രവാദി. ഇത് തെരഞ്ഞെടുപ്പ് യോഗമാണ്, ചട്ടലംഘനാവും എന്നാ കേട്ടോ. ഞാൻ ഡേറ്റ് പറയാം, 2017 ഫെബ്രുവരി 9 SFIയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. ചിലരെ കണ്ടാൽ തീവ്രവാദിയോ അപകടകാരിയോ എന്ന് പെട്ടെന്ന് മനസ്സിലാവും. M പ്രകാശൻ മാസ്റ്റർ. ഡേറ്റ് 2021 ഏപ്രിൽ 26, സിദ്ദിഖ് കാപ്പൻ വിഷയം. പാലത്തായിലെ ഒരു കൊച്ചു പെൺകുട്ടിയെ ഒരു അധ്യാപകൻ മാരകമായി പീഡിപ്പിച്ചു. വിഷയമായി, പോക്സോ കേസായി. ഞാൻ ആ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ശൈലജ ടീച്ചർ എന്ന് പറയുന്ന, അവരെന്താ പറയില്ല നിങ്ങൾ, ടീച്ചർ അമ്മ. ടീച്ചർ എന്നതിന്, ഗുരു എന്നതിന് വലിയ അർത്ഥമുണ്ട്. അമ്മയ്ക്ക് അതിലും വിശാലമായ അർത്ഥമുണ്ട്. ഈ 2 പേരിനും യോഗ്യയല്ല ശൈലജ. ആ ശൈലജ കേസ് ഒതുക്കാൻ ശ്രമിച്ചു. പക്ഷേ വസ്തുതാപരമായി പറയണമല്ലോ, CPMന്റെ പ്രോസിക്യൂട്ടർമാർ പക്ഷെ അതിന് കൂട്ടുന്നില്ല. തലശ്ശേരി കോടതി ശിക്ഷ വിധിച്ചു. BJPക്കാരൻ അറസ്റ്റിലായി. ആ സമയത്ത് CPMന്റെ ഹരീന്ദ്രൻ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. എന്താണെന്നറിയോ സ്റ്റേറ്റ്മെന്റ്? പ്രതി ഹിന്ദുവായതുകൊണ്ടാണോ ലീഗുകാർ ആക്ഷൻ കമ്മിറ്റി ഉണ്ടാക്കിയത്? പീഡനത്തിനും ഹിന്ദു മുസ്ലിം ഒക്കെ ഉണ്ടോ? പ്രതിക്കും ഹിന്ദു മുസ്ലിം ഒക്കെ ഉണ്ടോ? ആക്ഷൻ കമ്മിറ്റിയിൽ എല്ലാവരും ഉണ്ടായിരുന്നില്ലേ? ആ പെൺകുഞ്ഞിന്റെ കരച്ചിലിന്റെ കൂടെ ഉണ്ടായിരുന്നോ? രണ്ടാമത്തെ ഹരീന്ദ്രന്റെ വാക്ക്, മദ്രസ അധ്യാപകന്മാരുടെ പീഡനത്തെ കുറിച്ച് ലീഗിന് എന്താ പറയും? ലീഗിന് എന്ത് പറയാൻ? മദ്രസ അധ്യാപകൻ പീഡിപ്പിച്ച ഹലാലായ പീഡന? ഇത് എവിടുത്തെ ന്യായ? എടോ, മദ്രസ അധ്യാപകൻ പീഡിപ്പിച്ചാൽ ആരാടോ കേസ് കൊടുക്കുന്നത്? കുഞ്ഞിന്റെ ഉമ്മയാണ്, ലോക്കൽ കമ്മിറ്റി അല്ല. അവിടെ മതമുണ്ടോ? അവിടെ ഉസ്താദുണ്ടോ? എന്തുമാത്രം വർഗീയതയാണ് CPMകാരാ നിങ്ങൾ ഈ കാലയളവിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്?